പരാതിക്കാരൻ അല്ലെങ്കിൽ ഇര പട്ടികജാതിയിൽ ഇന്ന ജാതിയിൽപ്പെടുന്നു, എതിർകക്ഷി പട്ടികജാതിയിൽപ്പെടാത്ത ആളാകുന്നു, അയാളുടെ ജാതി അറിയാമെങ്കിൽ ജാതി കൂടി എഴുതണം. അപ്പോഴാണ് SC/ST ആക്ടിൻ്റെ പരിധിയിൽ വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറഞ്ഞത് പട്ടികജാതി വർഗ വിഭാഗം അല്ലാത്ത ഏതൊരാളും എന്ന് പറഞ്ഞത്. ഏതൊരാളും ഏതെങ്കിലും പട്ടികജാതി വർഗ അംഗത്തിനെതിരെ നൽകുന്ന അല്ലെങ്കിൽ വളച്ചൊടിച്ചതും കൃത്രിമമായ തെളിവുകൾ മനഃപൂർവ്വമായി ഉണ്ടാക്കുന്നതിന് കാരണമാവുകയോ അല്ലെങ്കിൽ അറിവോടെയുള്ള ഒരു കുറ്റം ചെയ്തുവെന്ന് വരുത്തുകയും അത് നിലവിലുള്ള നിയമപ്രകാരം ഒരു ശിക്ഷ വിളിച്ചു വരുത്തുകയോ ചെയ്യുന്ന തരത്തിലോ ആണെങ്കിൽ ആ പ്രവൃത്തി ജീവപര്യന്തം തടവും പിഴയും കിട്ടത്തക്ക കുറ്റമായിരിക്കും. എന്തെങ്കിലും മനസ്സിലായോ? സിമ്പിളാണ്. പട്ടികജാതിക്കാരനെതിരെ വ്യാജ പരാതി കൊടുത്താൽ ആ പരാതി വ്യാജ പരാതിയാണെന്ന് തെളിയിക്കാൻ പറ്റിയാൽ എതിർകക്ഷിക്കെതിരെ ഉള്ള കുറ്റം എന്താണ്? ശിക്ഷ വിളിച്ചു വരുത്തുന്നതും അത് ജീവപര്യന്തം തടവ് ശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റവുമാണ്. സിമ്പിളായിട്ട് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. പട്ടികജാതിക്കാരനെതിരെ വ്യാജ പരാതി കൊടുത്താൽ അത് വ്യാജ പരാതിയാണെന്ന് പട്ടികജാതിക്കാരന് തെളിയിക്കാൻ പറ്റിയാൽ, വ്യാജ പരാതി കൊടുത്തു എന്ന് പറഞ്ഞ് ചാടിയാൽ പോരാ. പരാതി സ്വീകരിച്ചു, പരാതി പ്രകാരം പട്ടികജാതിക്കാരനെതിരെ നടപടിയെടുത്തു, കേസ് തള്ളിപ്പോയി. കേസ് തള്ളിപ്പോകുമ്പോഴേ ഈ കേസ് നിൽക്കൂ. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന മാലീഷ്യസ് പ്രോസിക്യൂഷൻ എന്നാണ് പറയുന്നത്. പട്ടികജാതിക്കാരനായതുകൊണ്ട് അവനെതിരെ വ്യാജ പരാതി കൊടുത്തു, അവനെതിരെ പ്രോസിക്യൂഷൻ നടപടികളെടുത്തു, ശിക്ഷിച്ചില്ല, കേസ് തള്ളിപ്പോയി. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഏതാ? 3(1) Z(C)(1) 3(1) Z(C)(1). അത് ഇങ്ങനെ പറയണമെങ്കിൽ പുസ്തകം കൈ വേണം, അല്ലെങ്കിൽ കാണാതെ പഠിക്കണം. കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പണിയുള്ള പരിപാടിയാണ്. അപ്പം നമ്മളെന്താ പറഞ്ഞേ? ആ സെൻറ്റൻസ് ഞാൻ കൂടെ വായിക്കാം. ഏതെങ്കിലും പട്ടികജാതി വർഗ അംഗത്തിനെതിരെ നൽകുന്ന അല്ലെങ്കിൽ വളച്ചൊടിച്ചതും കൃത്രിമമായ തെളിവുകൾ മനഃപൂർവ്വമായി ഉണ്ടാക്കിയതും കാരണമാവുകയോ അല്ലെങ്കിൽ അറിവോടുകൂടിയോ ഒരു കുറ്റം ചെയ്തു എന്ന് വരുത്തി തീർക്കുകയും ചെയ്താൽ അത് നിലവിലുള്ള നിയമപ്രകാരം ഒരു ശിക്ഷ വിളിച്ചു വരുത്തുകയോ ചെയ്യാവുന്നതാണെങ്കിൽ ആ പ്രവൃത്തി ജീവപര്യന്തം തടവ് കിട്ടത്തക്ക കുറ്റമായിരിക്കും. എന്ന് പറഞ്ഞാൽ പട്ടികജാതിക്കാരനെതിരെ വ്യാജ പരാതി കൊടുത്തു, ആ പരാതി പ്രകാരം പട്ടികജാതിക്കാരന് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഏതെങ്കിലും ശിക്ഷ കിട്ടുന്ന കുറ്റമാണെങ്കിൽ, ശിക്ഷ കിട്ടിയ കുറ്റമെന്നല്ല, കിട്ടാവുന്ന കുറ്റമാണെങ്കിൽ പട്ടികജാതിക്കാരനല്ലാത്തവർക്കെതിരെ എന്ത് ചെയ്യാം? അവർക്ക് ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന കുറ്റമാണ്. ജീവപര്യന്തം തടവെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട് 18 വർഷമേ ഉള്ളൂ, 20 വർഷമേ ഉള്ളൂ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ജീവപര്യന്തം തടവ് 2023 ഭാരതീയ ന്യായ സംഹിതയിൽ ജീവപര്യന്തം തടവെന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദ നാച്ചുറൽ ലൈഫ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മൊത്തം അകത്ത് കിടക്കും. ഈ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറാണല്ലോ വിരിച്ചത്. ആ തൂക്കുകയറ് ഹൈക്കോടതി ശരിവെച്ചാൽ തൂക്കത്തില്ല, സുപ്രീം കോടതി പോകും. സുപ്രീം കോടതി പോയാൽ മിനിമം 30 മിനിറ്റെങ്കിലും ആ വക്കീലിൻ്റെ വാദം കേൾക്കണമെന്നാണ് നിലവിലുള്ള നിയമം. അതും തൂക്കുകയർ ശരിവെച്ചാൽ ഗ്രീഷ്മയെ തൂക്കും. ഇല്ലെങ്കിൽ എന്തോ ചെയ്യും? നേരെ അത് ജീവപര്യന്തോട്ട് കുറയും. ജീവപര്യന്തമായിട്ട് കുറഞ്ഞാൽ എത്രയാണ്? 20 18 നമ്മുടെ ഒരു ന്യായം. പക്ഷേ 2023 നമ്മുടെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊണ്ടുവന്ന നിയമപ്രകാരം അത് എൻഡ് ഓഫ് ദ നാച്ചുറൽ ലൈഫ്, അവസാനം വരെ അകത്ത് കിടക്കാമെന്നാണ് വെപ്പ്. ഓക്കെ, അപ്പം ജീവപര്യന്തം 18 വർഷമാണ്, 20 വർഷമാണ് എന്നൊന്നും പറയും. മനസ്സിലായല്ലോ? അടുത്തത്, കൂടാതെ ഒരു നിരപരാധിയായ പട്ടികജാതി വർഗ അംഗത്തെ കുറ്റക്കാരനായി നിയമം നടപടികൾ തെറ്റായ വിവരങ്ങൾ ചമച്ച് അല്ലെങ്കിൽ കൃത്രിമമായ തെളിവുണ്ടാക്കിയെടുത്താൽ അപ്രകാരം തെളിവുണ്ടാക്കുന്നയാൾക്ക് വധശിക്ഷ വരെ നൽകാവുന്നതാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. കുഞ്ഞുമോനൊരു പട്ടികജാതിക്കാരനല്ല, രാജൻ ചേട്ടനൊരു പട്ടികജാതിക്കാരനാണ്, അശോകൻ ഒരു പോലീസുകാരനാണ്. കുഞ്ഞുമോൻ എന്ത് ചെയ്യുന്നു? രാജൻ ചേട്ടനെതിരെ അശോകന് ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നു. രാജനെ ഒതുക്കി തരണം
എന്തും തരാം. അങ്ങനെ അശോകൻ എന്ന് പറഞ്ഞ KP എഴുതിയേക്കുന്നു, കേരള പോലീസ് എന്ന് തന്നെ നമുക്ക് കരുതിക്കും. അപ്പോൾ അശോകൻ KP തെളിവുകൾ രാജനെതിരെ ഉണ്ടാക്കുന്നു. കുഞ്ഞുമോനാണ് വാദി. അപ്പോൾ വത്സല വക്കീലായിട്ട് വരുന്നു, കേസ് നടത്തുന്നു. രാജൻ കുറ്റക്കാരനല്ല എന്ന് മാത്രമല്ല, രാജനെതിരെ വ്യാജ പരാതി കൊടുത്തതാണെന്നും അശോകൻ വ്യാജ തെളിവുകൾ സൃഷ്ടിച്ചതാണെന്നും കോടതി കണ്ടെത്തുന്നു കരുതിക്കും. കുഞ്ഞുമോൻ്റെ ശിക്ഷ എന്തുവാ? ജീവപര്യന്തം. അശോകന്റെ ശിക്ഷ എന്തുവാ? വധശിക്ഷ. വല്ലോ മനസ്സിലായ? ഇനി കേട്ടോ. കൂടാതെ നിരപരാധിയായ പട്ടികജാതി വർഗ അംഗത്തെ കുറ്റക്കാരനായി നിയമ നടപടികൾ തെറ്റായ വിവരങ്ങൾ ചമച്ച് അല്ലെങ്കിൽ കൃത്രിമമായ തെളിവുണ്ടാക്കിയെടുത്താൽ അപ്രകാരം തെളിവുണ്ടാക്കുന്നയാൾക്ക് വധശിക്ഷ വരെ നൽകാം. വ്യാജപരാതി കൊടുത്താൽ ജീവപര്യന്തവും, ആ വ്യാജപരാതിയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥൻ, പോലീസുകാരനാവണമെന്ന് തന്നെ ഇല്ല കേട്ടോ, സർക്കാർ ഉദ്യോഗസ്ഥൻ വ്യാജ തെളിവുകൾ ചമച്ചാൽ, അങ്ങനെ വ്യാജ തെളിവ് ചമയ്ക്കുന്ന വ്യക്തിക്ക് വധശിക്ഷയാണ് ഏത് പറഞ്ഞിട്ടുള്ളത്? അട്രോസിറ്റീസ് ആക്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ആൾക്കാരുടെ അടുത്ത് വന്ന് പാർട്ടിയുടെ ആളാ കേട്ടോ, ഇനി പരാതിയായിട്ട് മുമ്പോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് ഒരു കൊടിയൊക്കെ പിടിച്ച് 2 മുദ്രാവാക്യം പിടിക്കുമ്പോൾ നമ്മൾ പരാതി കളഞ്ഞിട്ടുണ്ട്. വധശിക്ഷ ചേട്ടൻ കിട്ടാവുന്ന കുറ്റമാണ്. മനസ്സിലായോ? ഇപ്പം നിയമസാക്ഷരത, നിയമം നിങ്ങൾ PhDക്ക് പോയി നിയമം പഠിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു. നിയമസാക്ഷരത നമുക്ക് അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് SC/ST ആക്ടിൻ്റെ നിയമസാക്ഷരത. അതിൽ ഈ പുസ്തകത്തിൻ്റെ 3.1 ZC-യിലെ 1-ലാണത് പറഞ്ഞിട്ടുള്ളത്. 3.1 ZC-യിലെ 1-ൽ എന്താണ്? വ്യാജ പരാതി കൊടുത്താൽ ജീവപര്യന്തം. നിങ്ങൾ പഠിക്കേണ്ട ഇത്രയാണ്. വ്യാജ തെളിവ് ചമച്ചാൽ എന്താണ്? ജീവപര്യന്തമല്ല, വധശിക്ഷ. മനസ്സിലായല്ലോ? അടുത്തത് 3.1 ZC-2-ലെ 2. 3.1 ZC-2 2-ലെ 2. ഓക്കെ. ഒരു പട്ടികജാതി വർഗ അംഗത്തിനെതിരെ വളച്ചൊടിച്ച എന്ന് പറഞ്ഞാൽ കൃത്രിമമായ തെറ്റായ തെളിവുകൾ ഉയർത്തി മനഃപൂർവമായ അറിവോടെ, അതും പ്രസ്തുത അംഗത്തിന് അതുകൊണ്ട് ശിക്ഷ നേടിക്കൊടുക്കു വരികയും അത് സ്വത്ത് സംബന്ധിച്ചതാ അല്ലാത്തതോ അല്ലെങ്കിൽ സ്വത്ത് സംബന്ധിച്ചതാണെങ്കിലോ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതും, അല്ലെങ്കിൽ മുകളിലത്തെയോ അതും തടവ് ശിക്ഷയിൽ 6 മാസം വരെയും പിഴയോടുകൂടിയ ശിക്ഷയും കൊടുക്കാവുന്നതാണ്. നമ്മൾ തൊട്ടു മുകളിൽ പറഞ്ഞ എന്താ? പട്ടികജാതിക്കാരനെതിരെ വ്യാജ പരാതി കൊടുത്താൽ ജീവപര്യന്തം. പട്ടികജാതിക്കാരനെതിരെ വ്യാജ പരാതി കൊടുത്തതിന് ശേഷം തെളിവ് ഹാജരാക്കിയാൽ വധശിക്ഷ. രണ്ടാമത് പറയുന്നത് എന്താ? പട്ടികജാതിക്കാരനാണെന്ന അറിവോടുകൂടി വളച്ചൊടിച്ച് പരാതി കൊടുത്തു, തെറ്റായ തെളിവുകൾ ഉയർത്തി മനഃപൂർവ്വം, അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം, അത് സിവിൽ കേസാണെങ്കിൽ, സ്വത്ത് സംബന്ധിച്ച കേസാണെങ്കിൽ, തൊട്ടു മുകളിൽ പറഞ്ഞത് ക്രിമിനൽ കേസിനെ കുറിച്ചും ഇനി നമ്മൾ ഇപ്പോൾ പറയുന്നത് സിവിൽ കേസിനെ കുറിച്ചും. പട്ടികജാതിക്കാരനെതിരെ വ്യാജമായി പരാതി കൊടുത്ത് വ്യാജമായി തെളിവ് സംഘടിപ്പിച്ച് സിവിൽ കേസാണ് കൊടുത്തതെങ്കിൽ അതിന് 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് അമ്മക്കെതിരെ ചാർത്തിയതെങ്കിൽ എന്തു ചെയ്യും? അദ്ദേഹത്തിന് അതും തടവ് ശിക്ഷയിൽ കുറയാത്തതോ, മുകളിൽ പറഞ്ഞ തടവ് ശിക്ഷ എന്ന് പറഞ്ഞാൽ 7 വർഷത്തെ തടവ് ശിക്ഷയിൽ കുറയാത്തതോ, ഏറ്റവും കുറഞ്ഞത് 6 മാസം വരെയുള്ള തടവ് ശിക്ഷ കിട്ടും. ഇവിടെ പറഞ്ഞെന്താണ്? ഒരു സിവിൽ കേസ് പട്ടികജാതിക്കാരനെതിരെ കൊടുക്കുന്നു, അതിന് വ്യാജ തെളിവുകൾ സൃഷ്ടിക്കുന്നു, അങ്ങനെയെങ്കിൽ 6 മാസം മുതൽ 7 വർഷം വരെയുള്ള ശിക്ഷ കിട്ടുന്ന കുറ്റമാണ്. ക്രിമിനൽ കേസാണ് കൊടുക്കുന്നത് വ്യാജമായിട്ട്, ക്രിമിനൽ കേസിലാണ് തെളിവ് കൊടുക്കുന്നതെങ്കിൽ, ക്രിമിനൽ കേസ് വ്യാജ പരാതി കൊടുത്താൽ ജീവപര്യന്തവും, അതിന് ക്രിമിനൽ കേസിൽ വ്യാജമായ തെളിവ് ഹാജരാക്കിയാൽ വധശിക്ഷയും വരെ കിട്ടും. നമ്മുടെ ആൾക്കാർക്കെതിരെ ആരെങ്കിലും കേസ് കൊടുത്ത് അവസാനം കേസ് അവർ തോറ്റുപോയാൽ നമ്മുടെ ആൾക്കാർ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് പോകത്തേ ഉള്ളൂ, തിരിച്ച് കേസ് കൊടുക്കാറില്ല. എന്ന് പറഞ്ഞാൽ 3.1 ZC പ്രകാരം നമ്മളാരും
കേസിന് പോയിട്ടില്ല. പറഞ്ഞ മനസ്സിലായോ? അടുത്തത് 3(1) ZC അതിലെ 2, ആ 2-ലെ 3 മെയിൻ വകുപ്പ്, 1 സബ് വകുപ്പ്, Z മൈനർ വകുപ്പ്, അതിൻ്റെ മൈനർ വകുപ്പ് C, അതിലെ 2, ആ രണ്ടാമത്തതിലെ 3. മനസ്സിലായല്ലോ? അതൊരു പാരഗ്രാഫ് തരുന്നുണ്ട്, സെക്ഷൻ എഴുതാൻ. വെടിക്കെട്ടപകടമുണ്ടാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന പടക്കങ്ങൾ മനഃപൂർവ്വമായി അതും അറിഞ്ഞുകൊണ്ട് വസ്തുക്കൾ നാശമുണ്ടാക്കുമെന്ന് കരുതുന്നവ പട്ടികവർഗ അംഗത്തെ കൊണ്ട് ചെയ്യിച്ചാൽ 6 മാസത്തിൽ കുറയാത്തതും 7 വർഷ കാലാവധിയുള്ളതുമായ തടവും പിഴയും ലഭിക്കുന്ന കുറ്റമാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, ഏതോ ഒരു അമ്പലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഏതോ ഒരു അമ്പലത്തിൽ വെടിക്കെട്ട് നടന്നപ്പോൾ അവിടെ ആ വെടിക്കെട്ടിൻ്റെ തൊഴിലാളികൾ പട്ടികജാതിക്കാരായിരുന്നു. അവർ 5-6 പേര് മരിച്ചു. സർക്കാർ കോമ്പൻസേഷൻ കൊടുത്തു, ആരെയും ശിക്ഷിച്ചില്ല. അങ്ങനെ വെടിക്കെട്ട് അപകടത്തിൽ പട്ടികജാതിക്കാരൻ മരിച്ചുപോയാൽ എത്ര രൂപയാണ് കോമ്പൻസേഷൻ കിട്ടുന്നത്? 8 ലക്ഷം രൂപയാണ്. സർക്കാർ 1 ലക്ഷം രൂപ പ്രഖ്യാപിച്ച് എത്ര കൊടുത്തത് നമുക്കറിയത്തില്ല. ആ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ നമ്മുടെ നേതാക്കന്മാർക്കോ നേതൃത്വത്തിനോ ഒന്നും ഈ നിയമം അറിഞ്ഞൂടാ. അതുകൊണ്ട് ആരും അനങ്ങില്ല. ഇവിടെ നോക്കിയേ, വെടിക്കെട്ടപകടം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന പടക്കങ്ങൾ മനഃപൂർവ്വമായി അതും അറിഞ്ഞുകൊണ്ട് വസ്തുക്കൾ നാശമുണ്ടാക്കുമെന്ന് കരുതുന്നവ പട്ടികജാതി വർഗ അംഗത്തെ കൊണ്ട് ചെയ്യിച്ചാൽ 6 മാസത്തിൽ കുറയാത്തതും 7 വർഷം വരെ കാലാവധിയുള്ളതുമായ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. അപ്പോൾ പട്ടികജാതിക്കാരൻ പടക്ക കമ്പനിയിൽ ജോലി ചെയ്യുന്നെങ്കിൽ അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായി അവൻ മരിച്ചു പോയാൽ ഈ ജോലിക്ക് വെച്ചവന് 6 മാസം മുതൽ 7 വർഷം വരെ തടവ് കിട്ടുമെന്നാണ് ഇവിടെ പറഞ്ഞത്. മനസ്സിലായോ? പക്ഷേ ഇത് ക്ലെയിം ചെയ്യാൻ നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ ആൾക്കാർക്ക് ഇതൊന്നും അറിയത്തില്ല. നമ്മുടെ ആൾക്കാർ രാവിലെ ഒരു വെള്ളയും ഇട്ട് ഒരു അയ്യങ്കാളിയുടെ പുസ്തകവും അല്ലെങ്കിൽ ഡോക്ടർ അംബേദ്കറിൻ്റെ ഒരു ചെറിയ പുസ്തകവും കക്ഷത്ത് വെച്ചുകൊണ്ടെങ്കിൽ ഒരു പ്രസംഗം അങ്ങ് തയ്യാറാക്കിയ ജീവിതം മരിക്കുന്നത് ഒരൊറ്റ പ്രസംഗം കൊണ്ട് കാര്യം നടത്തണം. ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. അപ്പോൾ മനസ്സിലായി കാണും. ഓക്കെ, വെടിക്കെട്ട് അപകടമുണ്ടായാൽ അവിടെ പട്ടികജാതിക്കാരൻ മരിച്ചാൽ, പട്ടികജാതിക്കാരൻ അവിടെ തൊഴിലാളിയോ അല്ലെങ്കിൽ മരണമോ സംഭവിച്ചാൽ അയാൾക്ക് എന്ത് കിട്ടും? കോമ്പൻസേഷൻ കിട്ടുമെന്ന് മാത്രമല്ല, അങ്ങനെ ആ വെടിക്കെട്ടിൻ്റെ പണിക്കാരനായിട്ട് ഏത് മുതലാളിയാണോ അവനെ ഏൽപ്പിച്ചത് അവൻ പട്ടികജാതിക്കാരനല്ലെങ്കിൽ 6 മാസം മുതൽ 7 വർഷം വരെ അയാളകത്ത് കിടക്കുന്നു. ഓക്കെ, ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സാധാരണ ഇത്തരം റിസ്ക്കുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ആൾക്കാരെ മാത്രമേ വെക്കാറുള്ളൂ. വേറെ ആരും റിസ്ക് എടുക്കാൻ തയ്യാറില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നിയമം കൊണ്ടുവന്നതും. അതും രാംവിലാസ് പാസ്വാൻ ഈ നിയമത്തിന് അതിശക്തി, ഈ ക്ലോസുകളൊക്കെ വരുന്നതിന് വേണ്ടി ശക്തമായ വാദം നടത്തിയ ആളുമാണ്. രാംവിലാസ് പാസ്വാൻ ആരാന്ന് പോലും നമുക്കറിയത്തില്ലേ? രാംവിലാസ് പാസ്വാനാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത്. ഓക്കെ, അടുത്തത് 3(1) ZC2 അതിലെ 4 പട്ടികജാതി വർഗ അംഗത്തിൻ്റെ ആരാധനാലയങ്ങൾ. ഈ ആരാധനാലയവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഇപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞത്, പട്ടികജാതി വർഗവുമായി ബന്ധപ്പെട്ട ആരാധനാലയങ്ങൾ ഉൾപ്പെടുന്ന കെട്ടിടങ്ങൾ ഉണ്ടെന്ന് മനഃപൂർവ്വമായി അറിഞ്ഞുകൊണ്ട് അവയ്ക്ക് തകർച്ച സംഭവിക്കുന്ന തരത്തിൽ അഗ്നി അല്ലെങ്കിൽ പടക്കങ്ങൾ ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ വാസസ്ഥലങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്ഥലമോ എന്നിവിടങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായാലോ ജീവപര്യന്തം തടവും പിഴയും കൂടിയ ശിക്ഷയും ലഭിക്കുന്നതാണ്. പട്ടികജാതിക്കാർക്ക് ആരാധനാലയം എന്ന് പറഞ്ഞാൽ ഈ മാടയും മറുതനും പിന്നെ പ്രകൃതി ആരാധനയാണ് കൂടുതൽ. പ്രകൃതിയാണല്ലോ ഈ മാടനും മറുതയും എന്നൊക്കെ പറയുന്നത്. അത് നല്ലപോലെ പഠിച്ചാൽ മനസ്സിലാവും. ഈ മാടനും മറുതയും എന്നൊക്കെ പറയുന്നത് അതൊന്നും എന്തല്ല, പിശാചുക്കളൊന്നുമല്ല. പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ഓരോ, ഇപ്പം ജാതി എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഓരോ വർഗ്ഗങ്ങളാണ്. പിശാച് എന്ന് പറഞ്ഞാൽ ഒരു വർഗ്ഗമാണ്. പട്ടികജാതിയിൽ താമസിക്കുന്ന ഒരു ജാതിയുടെ പേരാണ് പിശാച്. ഭൂതമെന്ന് പറഞ്ഞാൽ അതൊരു വർഗ്ഗമാണ്. ഭൂത എന്നല്ല, ഭൂത എന്നാണ് ആ വർഗത്തിൻ്റെ പേര്. പിശാച, നിശാര എന്നൊക്കെ പറയുന്ന ഓരോ വർഗ്ഗങ്ങളാണ്. ഇപ്പോൾ ഈ ഭൂതപ്രേത പിശാചുക്കളെന്ന് പറയുന്നുണ്ടല്ലോ, അതൊന്നും എന്തല്ല,
ഒരു ഭൂതമോ പ്രേതമോ പിശാചോ ഒന്നുമല്ല. അതൊക്കെ പട്ടികജാതിക്കാരുടെ ഓരോ വർഗങ്ങളായിരുന്നു. അതിനെ അധികാരം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോഴേക്കും എങ്ങനെ ചിത്രീകരിച്ചു? അതൊക്കെ ഭയപ്പെടുത്തുന്ന രൂപങ്ങളാണ് എന്ന് ചിത്രീകരിച്ചു. അതിന് പടവും വരച്ചു, പിന്നെ പ്രതിമയുണ്ടാക്കി വെച്ചു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അത് സംഭവിച്ചത് എന്തോ ആകട്ടെ, പട്ടികജാതി വർഗ അംഗങ്ങളുടെ വാസസ്ഥല ആരാധനാലയങ്ങൾ, പട്ടികജാതിക്കാർക്ക് ആരാധനാലയമുണ്ട്. ഒരു പക്ഷേ ഒരു കുടുംബത്തിന് ഒരു ആരാധനാലയം ഉണ്ടെന്ന് കരുതിക്കും. ഒന്നിലധികം കുടുംബങ്ങൾ ആരാധിക്കുന്നില്ല എങ്കിൽ കൂടി ആരാധനാലയങ്ങൾ ഉൾപ്പെടുന്ന കെട്ടിടങ്ങൾ മനഃപൂർവ്വമായി അറിഞ്ഞുകൊണ്ട് അവയ്ക്ക് തകർച്ച സംഭവിക്കണം എന്ന തരത്തിൽ അഗ്നിക്ക് അല്ലെങ്കിൽ പടക്കങ്ങൾ ഉപയോഗിച്ചാൽ അവരുടെ വാസസ്ഥലമോ അല്ലെങ്കിൽ അവരുടെ സ്ഥലമോ, ഇവിടെ അമ്പലമെന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞെന്താ, അവരുടെ വാസസ്ഥലമോ, ആരുടെ? പട്ടികജാതിക്കാരുടെ വാസസ്ഥലമോ എന്ന് പറഞ്ഞാൽ വീടോ, അവരുടെ സ്ഥലമോ ഭൂമിയോ അഗ്നിക്കിരയ്ക്കാക്കുകയോ പടക്കങ്ങൾ കൊണ്ട് നാശമാക്കുകയോ ചെയ്താൽ, അതിന് തകർച്ച സംഭവിച്ചാൽ ജീവപര്യന്തം തടവും പിഴയും ലഭിക്കുന്ന കുറ്റമാണ്. കോമ്പൻസേഷൻ അവിടെ പറയുന്നുണ്ട്. ഭൂമി കൈയേറിയാൽ കോമ്പൻസേഷൻ എത്ര രൂപയാണ്, വീട് നശിപ്പിച്ചാൽ കോമ്പൻസേഷൻ എത്ര രൂപയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇത് വന്നപ്പോൾ ഞാനൊരു കേസ് കാര്യം പറഞ്ഞുതരാം. കോട്ടയത്ത് നിന്ന് ഒരാൾ ഒരു ദിവസം എന്നെ വിളിച്ചായിരുന്നു. കേസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ സംഭവം കേട്ടിട്ട് ഞാൻ പറഞ്ഞു DYSPക്ക് കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, സർ, ഇതിലെ പരാതിക്കാരി എൻ്റെ മകളാണ്. മകൾ പോലീസ് സ്റ്റേഷൻ വരേണ്ടി വരുമോ? ഞാൻ പറഞ്ഞു വരും. മകൾ കോടതി കയറേണ്ടി വരുമോ? കയറേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കേസ് വേണ്ട സാർ. പറഞ്ഞ മനസ്സിലായി? ഒരാളുടെ മകളുടെ ഭൂമിക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായി, വീടിനെതിരെ ഒരു ആക്രമണം ഉണ്ടായി. മകള് വിവാഹം കഴിച്ച് വേറെ താമസിക്കുകയാണ്, ഡോക്ടറാണ്. അപ്പോൾ മകള് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും, മകള് കോടതിയിൽ പോകേണ്ടി വരും, മകള് മൊഴി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് കേസ് വേണ്ട. എങ്ങനെയുണ്ട്? കൊള്ളാം. ഈ എന്നെ വിളിച്ചയാൾ ഹെൽത്ത് സർവീസിൽ നിന്നോ മറ്റോ കൊണ്ട് റിട്ടയർ ചെയ്ത ആളാണ്, ചെറിയ പോസ്റ്റിൽ. അതുകൊണ്ട് അദ്ദേഹം മകളെ പഠിപ്പിച്ച് ഡോക്ടറാണ്. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞ്, മകള് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നാൽ, മകള് കോടതിയിൽ വരേണ്ടി വന്നാൽ കേസ് വേണ്ട. അങ്ങനെ തീരുമാനിക്കുന്നവരുണ്ട്. കേസ് വേണ്ട, പോട്ടെ, അതൊക്കെ അവരോട് ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനൊരു വകുപ്പുണ്ട്. എന്താണ്? ആരാധനാലയങ്ങൾ അടങ്ങുന്ന കെട്ടിടങ്ങൾ മനഃപൂർവ്വമായി അറിഞ്ഞുകൊണ്ട് അഗ്നിക്കിരവാക്കുകയോ പടക്കം പൊട്ടിക്കുകയോ ഒക്കെ ചെയ്താൽ, അടുത്തത് അവരുടെ സ്ഥലമോ വാസസ്ഥലമോ അഗ്നിക്കിരയ്ക്കാക്കുകയോ പടക്കം പൊട്ടിക്കുകയോ ചെയ്താൽ എന്താണ്? ജീവപര്യന്തം തടവും പിഴയും ലഭിക്കുന്ന കുറ്റം. 10 മണി കഴിഞ്ഞു. ഞാൻ കുറച്ചും കൂടെ അങ്ങോട്ട് പോവുകയാണ്. ഉറക്കം വരുന്നെങ്കിൽ പറയണം, നിർത്താം. അടുത്തത് 3.1 ZC 2/5. 3.1 ZC 2/5 എന്ന് പറയുന്നത് എന്തിനാണെന്നറിയാമോ? പുസ്തകം മേടിച്ച് കൈ വെച്ചിട്ട് കംപ്ലയിൻ്റ് എഴുതി കൊടുക്കുമ്പോൾ ഈ വകുപ്പ് കോട്ട് ചെയ്ത് എഴുതി കൊടുക്കണം. കംപ്ലയിൻ്റ് എഴുതി കൊടുക്കുമ്പോൾ വകുപ്പ് കോട്ട് ചെയ്യുക എന്ന് മാത്രമല്ല, പരാതി എന്താണോ അവർ പറയുന്നത് അത് നല്ല ശ്രദ്ധയോടെ കേട്ടിരുന്നിട്ട് ഈ വകുപ്പിലെ വാചകങ്ങൾ വരുന്ന രീതിയിൽ പരാതി എഴുതണം. എന്താണ് ഇത്? പട്ടികജാതി വർഗ അംഗങ്ങളുടെ ആരാധനാലയങ്ങൾ ഉൾപ്പെടുന്ന കെട്ടിടങ്ങൾ ഉണ്ടെന്ന് മനഃപൂർവ്വമായി അറിഞ്ഞുകൊണ്ട്. ഇതാണ് ഒരു സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിലെ ഒരു സെൻറ്റൻസിൻ്റെ ഭാഗം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? എതിർകക്ഷി പരാതിക്കാരൻ പട്ടികജാതി വർഗ അംഗമാണെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആരാധനാലയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിളക്ക് വെക്കുന്ന സ്ഥലം, എന്നും വിളക്ക് വെക്കുന്നു, സന്ധ്യാനാമം ചൊല്ലുന്നു, അതാണല്ലോ ആരാധനാലയം. ആരാധന സ്ഥലം അടങ്ങുന്ന കെട്ടിടം, വീടിനോട് ചേർന്നാണ് ഈ ആരാധനാലയം ഉള്ളത്. അപ്പോൾ വീടിനോട് ചേർന്ന കെട്ടിടം ആരാധനാലയം മനഃപൂർവ്വമായി അറിഞ്ഞുകൊണ്ട് നാശം വരുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി പടക്കമിടുന്നു. അങ്ങനെ തന്നെ എഴുതണം. അങ്ങനെ എഴുതുമ്പോഴാണ് എന്ത് വരുന്നത്? ഈ സെക്ഷൻ അട്രാക്ട് ചെയ്യും. സെക്ഷൻ വരുന്ന രീതിയിൽ സെക്ഷനിലെ വാചകങ്ങൾ ഘടന മാറ്റി എന്ത് ചെയ്യണം? പരാതിയിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. നേതാക്കന്മാരാണ് കൂടുതൽ കയറിയിട്ടുള്ളതെന്ന് എനിക്കറിയാം. ഈ നേതാക്കന്മാർക്ക് ഇത് കൃത്യമായി റീപ്രൊഡ്യൂസ് ചെയ്ത് പരാതിക്ക് കേസെടുപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം പറയണം. ഓക്കെ,
അടുത്തത്, പട്ടികജാതി വർഗം അംഗമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ പീനൽ കോഡ് 45/1860 അതിപ്പം മാറിയിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ ശിക്ഷാ നിയമം 45/1860 എന്നതിന് പകരം എന്തെഴുതണമെന്ന് അറിയാമോ? ഭാരതീയ ന്യായ സംഹിത 2023 എന്നത്. പറയുന്ന ഏതെങ്കിലും കുറ്റം ചെയ്താൽ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, SC/ST ആക്ട് പഠിച്ചുകൊണ്ട് പോയാൽ 33 വകുപ്പ് മാത്രം പഠിച്ചാൽ പോരാ. ഇന്ത്യൻ പീനൽ കോഡിലെ 511 വകുപ്പും പെടുന്ന ഏതെങ്കിലും കുറ്റം ഇയാൾ ചെയ്താൽ, ആർക്കെതിരെ? പട്ടികജാതി വർഗ്ഗക്കാരനെതിരെ ചെയ്താൽ, ആ കുറ്റത്തിന് 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണെങ്കിൽ അവരുടെ സ്വത്താണെന്നറിഞ്ഞുകൊണ്ടും കുറ്റം ചെയ്താൽ ജീവപര്യന്തം തടവും പിഴയോടുകൂടിയും ശിക്ഷിക്കാവുന്നതാണ്. എന്താ പറഞ്ഞത്? 10 വർഷം ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റം പട്ടികജാതിക്കാരനെതിരെ ചെയ്താൽ, ഏതിൽ 10 വർഷം കിട്ടുന്നത്? ഇന്ത്യൻ പീനൽ കോഡിൽ 10 വർഷത്തെ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റം പട്ടികജാതിക്കാരനെതിരെ ചെയ്താൽ 10 വർഷമല്ല അവിടെ ശിക്ഷ കൊടുക്കുന്നത്. SC/ST ആക്ട് വരുമ്പോൾ അത് ജീവപര്യന്തമാകും. എന്തെങ്കിലും മനസ്സിലായോ? IPC പ്രകാരമാണ് കുറ്റം നോക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണ് അതിൻ്റെ ശിക്ഷ നോക്കുന്നതെങ്കിൽ 10 വർഷമേ ഉള്ളൂ. പക്ഷേ അതൊരു പട്ടികജാതിക്കാരനെതിരെയാണ് അല്ലെങ്കിൽ പട്ടിക വർഗ്ഗക്കാരനെതിരെയാണ് ചെയ്തതെങ്കിൽ അവിടെ 10 വർഷമല്ല, അത് ജീവപര്യന്തമായി വ്യാഖ്യാനിക്കപ്പെടും. അതാണ് നിലവിലുള്ള നിയമം. മനസ്സിലായല്ലോ? അടുത്തത് 5-ലെ A 3(1) ZC 2(5)A അതാണ് വകുപ്പ്. അങ്ങനെ പറയുമ്പോഴാണ് ആർക്ക് മനസ്സിലാവുന്നത്? എതിർഭാഗം നിൽക്കുന്ന വക്കീലിനും അവിടെ ഇരിക്കുന്ന ജഡ്ജിക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയണം, 3(1) ZC 2(5)A എന്ന് പറയണം. അപ്പോൾ അവർ ആ കറക്റ്റ് സെക്ഷൻ തന്നെ എടുത്തു വെക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ്? പട്ടികജാതി വർഗ വിഭാഗത്തിലെ അംഗമാണെന്നറിഞ്ഞുകൊണ്ട് മേൽപ്പട്ടികയിൽ പറഞ്ഞിട ഏതെങ്കിലും കുറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ സ്ഥലമാണെന്നറിഞ്ഞുകൊണ്ട് കുറ്റം ചെയ്യുകയോ ചെയ്താൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് പ്രകാരം തന്നെ അതിൽ പറയുന്ന പ്രകാരമുള്ള തടവ് ശിക്ഷ ഉൾപ്പെടുന്ന പിഴയ്ക്കും ശിക്ഷയും അടക്കമുള്ളതായിരിക്കും. അപ്പം SC/ST ആക്ടിൽ പെടുത്തുന്നില്ല, IPC മാത്രം പെടുത്തുന്നുവെങ്കിൽ ആ ശിക്ഷയുടെ ഡബിളാണ് കൊടുക്കുന്നത്. IPCയിൽ എന്ത് ശിക്ഷയാണോ പറഞ്ഞത് അത് പട്ടികജാതിക്കാരനെതിരെ ചെയ്തതെങ്കിൽ ശിക്ഷയുടെ ഡബിളാവും. ഈ വകുപ്പുണ്ടല്ലോ 5A എന്നുള്ള വകുപ്പ് 2016 ആരാ ഭരിക്കുന്നത്? നരേന്ദ്രമോദിയെ ഭരിക്കുന്നു. 2016 ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കുക. മോഡി നമുക്ക് വേണ്ടി നല്ല കാര്യം ചെയ്തു എന്നല്ല എൻ്റെ അർത്ഥം. ശിക്ഷ വർദ്ധിപ്പിച്ചു, പക്ഷേ FIR എടുക്കുന്ന കുറഞ്ഞു. FIR എടുത്താലല്ലേ ശിക്ഷിക്കേണ്ടതുള്ളൂ. നിയമം ശക്തമാക്കി, പക്ഷേ പോലീസ് നടപടിയിൽ കുറഞ്ഞു. ഓക്കെ, അടുത്തത് അത് മനസ്സിലായി കാണുമല്ലോ. പട്ടികജാതി വർഗ വിഭാഗത്തിനെതിരെ നമ്മൾ മുകളിൽ പറഞ്ഞ ലിസ്റ്റുകളിൽ പറഞ്ഞ കുറ്റമല്ലാതെ ഏത് കുറ്റം ചെയ്താലും ശരി തന്നെ സാധാരണ IPCയിൽ എത്ര ശിക്ഷ കിട്ടുന്നു അതിൻ്റെ ഇരട്ടിയായിരിക്കും പട്ടികജാതിക്കാരനെതിരെ ചെയ്താൽ കിട്ടുന്നത്. അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ അധ്യായത്തിൽ പറയുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു കുറ്റം ചെയ്തു എന്ന് വിശ്വസിക്കത്തക്ക കാരണമുണ്ടെങ്കിലോ ആ കുറ്റത്തിൻ്റെ ഏതെങ്കിലും തെളിവുകൾ അപ്രത്യക്ഷമാവുകയും അപ്രകാരം അപ്രത്യക്ഷമായ ഉദ്ദേശം കുറ്റക്കാരൻ തന്നെ ശിക്ഷാ നടപടിയിൽ നിന്ന് ഒഴിവാക്കിപ്പെടുവാൻ നടത്തിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ അതേ ഉദ്ദേശത്തോടെ ഏതെങ്കിലും വിവരം കുറ്റം നടന്നുമായി ബന്ധപ്പെട്ട അംഗത്തിൻ്റെ അറിവോ അല്ലെങ്കിൽ തെറ്റാണെന്ന് വിശ്വസിക്കുകയോ ചെയ്താൽ ആ കുറ്റം ചെയ്ത ആൾ അതേ കുറ്റത്തിന് പറഞ്ഞിട്ടുള്ള ശിക്ഷയ്ക്ക് അർഹനായിരിക്കും. ഇവിടെ എന്തുവാ പറഞ്ഞത്? പട്ടികജാതി വർഗ വിഭാഗത്തിനെതിരെ ഒരു കുറ്റം ചെയ്തു, തെളിവ് നശിപ്പിക്കപ്പെട്ടു. പക്ഷേ ഒരു സത്യസന്ധനായ പോലീസുകാരൻ വന്ന് അന്വേഷിച്ചപ്പോൾ അയാൾ കുറ്റം ചെയ്തതായി തോന്നിയിട്ടുണ്ട് എങ്കിൽ, ഇപ്പോൾ സാധാരണ നമ്മുടെ നിയമവ്യവസ്ഥയിലെ തത്വം എന്താണെന്നറിയുമോ? ഗിൽറ്റ് മസ്റ്റ് ബി പ്രൂവ്ഡ് ബിയോണ്ട് ദ റീസണബിൾ ഡൗട്ട്. കുറ്റം സംശയ അതീതമായി തെളിയിക്കണം. ഒരു സംശയത്തിൻ്റെ ഇടയില്ലാതെ വേണം കുറ്റം തെളിയിക്കണം. പക്ഷേ പോക്സോ കേസിനും SC/ST ആക്ടിൻ്റെ കേസിനും സംശയ അതീതമായി തെളിയിക്കേണ്ടതില്ല.
ജഡ്ജിക്ക് തോന്നുന്നു നിലവിലുള്ള സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും അനുസരിച്ച് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നിയാൽ മൈനർ ഒഫൻസ് ആണെങ്കിൽ കൂടി IPCയിൽ പറഞ്ഞ അതേ ശിക്ഷ കൊടുക്കാം. പറഞ്ഞ മനസ്സിലായോ? തൊട്ടുമുകളിൽ ഇരട്ടി ശിക്ഷ കൊടുക്കാന്ന് പറഞ്ഞാൽ ഏത് കേസിലാണെന്നറിയാമോ? സംശയ അതീതമായി കുറ്റം തെളിയിക്കുന്ന സാഹചര്യത്തിലാണ്. സംശയ അതീതമായി കുറ്റം തെളിയിക്കാൻ പറ്റിയില്ല, IPC ഒഫൻസിലെ പണിഷ്മെന്റ് കൊടുക്കാം. മനസ്സിലായോ? ഇപ്പൊ SC/ST ആക്ട് പ്രകാരമുള്ള കുറ്റം, പോക്സോ ആക്ട് പ്രകാരമുള്ള കുറ്റം എങ്ങനെ തെളിയിക്കേണ്ട? സംശയ അതീതമായി തെളിയിക്കേണ്ടതില്ല. പക്ഷേ അവിടെ ഇരിക്കുന്ന ജഡ്ജിക്ക് തോന്നണം ശിക്ഷിക്കണം. അങ്ങനെ തോന്നിയില്ലെങ്കിൽ ഇതെടുത്ത് പറയണം. ആര് പറയണം? വക്കീല് പറയണം. അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ അധ്യായത്തിൽ പറയുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തുവെന്ന് വിശ്വസിക്കത്തക്ക കാരണമുണ്ടെങ്കിലോ, സംശയാതീതം തെളിയിക്കണമെന്നല്ല, വിശ്വസിക്കത്തക്ക കാരണമുണ്ടെങ്കിലോ ആ കുറ്റം ഏതെങ്കിലും തെളിവുകൾ അപ്രത്യക്ഷമാവുകയും, കുറ്റമുണ്ട് തെളിവില്ല അപ്രത്യക്ഷമാവുകയും, അപ്രകാരം അപ്രത്യക്ഷമാകുന്നതിന്റെ ഉദ്ദേശം കുറ്റക്കാരൻ തന്നെ ശിക്ഷാ നടപടിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. തെളിവ് നശിപ്പിക്കപ്പെട്ടു. എന്തിനാ തെളിവ് നശിപ്പിച്ചേ? കുറ്റക്കാരനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി തെളിവ് നശിപ്പിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ അതേ ഉദ്ദേശത്തോടെ ഏതെങ്കിലും വിവരം കുറ്റം നടന്നുവെന്ന് ബന്ധപ്പെട്ട അംഗത്തിന് അറിവോ അല്ലെങ്കിൽ തെറ്റാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലോ ആ കുറ്റം ചെയ്ത ആൾ തന്നെ ആ കുറ്റത്തിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷയ്ക്ക് അർഹനാണ്. എന്ന് പറഞ്ഞാൽ പട്ടികജാതി വർഗ അംഗത്തിനെതിരെ ഒരു കുറ്റം ചെയ്തു, സംശയാതീതമായി തെളിയിക്കാൻ പറ്റിയില്ല, തെളിവുകളൊക്കെ നശിച്ചുപോയി. പക്ഷേ ജഡ്ജിക്ക് തോന്നുന്നു, പോലീസുകാരനും തോന്നുന്നു അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ജഡ്ജിക്ക് അങ്ങനെ ബോധ്യപ്പെട്ടാൽ തെളിവുകളുടെ അഭാവം ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം? IPC പറഞ്ഞിരിക്കുന്ന ശിക്ഷ കൊടുക്കാം. മനസ്സിലായോ? പോക്സോ കേസിലും അങ്ങനെയാണ്, സംശയാതീതമായി കുറ്റം തെളിയിക്കേണ്ടതില്ല. ചിന്താമണി കൊലക്കേസിൽ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയാം. അവിടെ പറയുന്നുണ്ട്, എന്താണ്, സുരേഷ് ഗോപി എന്ന് പറഞ്ഞ കഥാപാത്രം പറയുന്നുണ്ട്, സത്യമല്ല തെളിയിക്കേണ്ടത്, കുറ്റമാണ് തെളിയിക്കേണ്ടത്. അതുപോലെ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ കൂടി സംശയത്തിൻ്റെ ആനുകൂല്യം സാധാരണ പ്രതിക്കാണ് കിട്ടുന്നത്. SC/ST ആക്ടിനും പോക്സോ കേസിനും സംശയത്തിൻ്റെ ആനുകൂല്യം പ്രതിക്ക് കിട്ടത്തില്ല. പറഞ്ഞ മനസ്സിലായോ? ഒരു ഭാഗം കൂടെ പറയുമ്പോൾ ആ ഒരു 2-3 വരിയും കൂടെ പറയുമ്പോൾ ആ ഭാഗം അങ്ങ് തീരും. അതുകൊണ്ട് നമ്മൾ അതും കൂടെ പറഞ്ഞങ്ങ് നിർത്തുകയാണ്. ഈ വകുപ്പിൽ പറയുന്ന ഏതെങ്കിലും കുറ്റം ഒരു പൊതുസേവകൻ ചെയ്താൽ, ആര്? സർക്കാർ ഉദ്യോഗസ്ഥനാണ് കുറ്റവാളിയെങ്കിൽ. ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥനെ നിർവചിക്കുന്നത് എവിടെയാ? ഭാരതീയ ന്യായ സംഹിതയിൽ സെക്ഷൻ 21 IPC സെക്ഷൻ 21 പറഞ്ഞിട്ടുണ്ട് ആരാണ് പൊതുസേവകനെന്ന്. ആ പൊതുസേവകന്റെ പരിധിയിൽ വന്നാൽ ഈ വകുപ്പിൽ പറയുന്ന ഏതെങ്കിലും കുറ്റം ഒരു പൊതുസേവകൻ ചെയ്താൽ അയാൾക്ക് 1 വർഷം വരെ തടവ് ശിക്ഷ ഉൾപ്പെടുന്ന ശിക്ഷ ലഭിക്കാവുന്നതോ അതേ ശിക്ഷ നൽകാവുന്നതിൻ്റെ പരമാവധി തടവ് ശിക്ഷ ലഭിക്കാവുന്നതുമാണ്. എങ്ങനെയാണ് ഇത് പറഞ്ഞേക്കുന്നത്? ഇത് പൊതുസേവകൻ ചെയ്താൽ ശിക്ഷ കുറയുമല്ല ചെയ്യുന്നത്. പൊതുസേവകൻ ഏത് കുറ്റം ചെയ്താലും മിനിമം ഈ പണിഷ്മെന്റ് കിട്ടും. വലിയ കുറ്റം ചെയ്താണെങ്കിൽ വലിയ പണിഷ്മെന്റ്. അങ്ങനെയൊക്കെ പൊതുസേവകനെതിരെയൊക്കെ നമ്മൾ കേസ് കൊടുക്കാൻ നടക്കുകയാണെങ്കിൽ സർക്കാർ സർവീസിൽ ഒരു 50% പേരും കാണുക. അവരൊക്കെ ഒന്നുകിൽ സർവീസിൽ നിന്ന് പുറത്തു പോവും അല്ലെങ്കിൽ അകത്തും. ഇവിടെ നോക്കി, ഈ വകുപ്പിൽ പറയുന്ന ഏതെങ്കിലും ഒരു കുറ്റം പൊതുസേവകൻ ചെയ്താൽ അയാൾക്ക് 1 വർഷം വരെയുള്ള തടവ് ശിക്ഷ ഉൾപ്പെട്ട ശിക്ഷ ലഭിക്കാവുന്നതോ അതേ ശിക്ഷയ്ക്ക് നൽകാവുന്ന പരമാവധി തടവ് ശിക്ഷ ലഭിക്കാവുന്നതോ ആണ്. അപ്പോൾ അയാൾ കൊലപാതകം ചെയ്താൽ തടവ് ശിക്ഷ മാത്രമാണെന്ന് വിചാരിക്കരുത്. കൊലപാതകം ചെയ്ത വകുപ്പ് വേറെയാ, അതിന് കിട്ടുന്ന ശിക്ഷയും വേറെയാ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് അങ്ങ് നിർത്തിക്കളയാം, ഒരു ഭാഗം അങ്ങ് തീർന്നു. ഓക്കെ, ശരി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. പുസ്തകം വേണ്ടി ഇതാണേ, വാങ്ങുന്നവർ ഈ പുസ്തകം വാങ്ങുക. ഓക്കെ, ഈ പുസ്തകത്തിന് 430 രൂപയായിരുന്നു 2021 വില. ഇപ്പം കൂടിക്കാണും. അനുപമ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. സാധാരണ 10 മണി വരെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ, ഇന്നിപ്പോൾ 10-14 വരെ എടുത്തു. ക്ലാസ് കഴിഞ്ഞു. ഓക്കെ,
ഇനി നാളെ 9:30. നാളെ ഞാൻ തിരുവനന്തപുരത്തായിരിക്കും. തിരുവനന്തപുരത്ത് നിന്നാണ് കയറുന്നത്. വഞ്ചൂർ കോടതിയിലുണ്ടാവും. ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ?